ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവയെ പ്രഖ്യാപിച്ച ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കാസർഗോഡ്. രണ്ടാമത്തെ ചോദ്യം, 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ചിലത് ചുവടെ നൽകുന്നു. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഇതിൽ തന്നിരിക്കുന്ന എല്ലാ ജോഡികളും ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ്. ഒന്നാമത്തെ ജോഡി മികച്ച നടൻ മമ്മൂട്ടി, അതുപോലെ മികച്ച നടി വിൻസി അലോഷ്യസ്, മികച്ച സ്വഭാവ നടൻ പി കുഞ്ഞികൃഷ്ണൻ, മികച്ച സ്വഭാവ നടി ദേവി വർമ്മ. തന്നിരിക്കുന്ന ഈ ജോഡികളെല്ലാം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം, കല, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന നിയമസഭാ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ സി MT വാസുദേവൻ നായരാണ്. കല, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന നിയമസഭാ പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായരാണ്. ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യമാണ് വുമൺ ലൈഫ് ഫ്രീഡം? ഉത്തരം ഓപ്ഷൻ സി ഇറാനാണ്, ഇറാൻ. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, രാജ്യത്തെ ആദ്യത്തെ അതിവേഗ തീവണ്ടി സർവീസിന് തുടക്കത്തിൽ നൽകിയിരുന്ന പേരാണ് റാപ്പിഡ് എക്സ്. അത് ശരിയായ പ്രസ്താവനയാണ്. റാപ്പിഡ് എക്സിനെ പിന്നീട് നമോ ഭാരത് എന്ന് നാമകരണം ചെയ്തു. അതും ശരിയാണ്. 160 മുതൽ 180 കിലോമീറ്റർ വരെയാണ് തീവണ്ടിയുടെ വേഗം. അതും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ആദ്യ സർവീസ് മുംബൈ, പൂനെ എന്നിവയെ ബന്ധിപ്പിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. ആറാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതി ഏതാണ്? അതാണ് ഓപ്ഷൻ എ, കെ-സ്മാർട്ട്. ഏഴാമത്തെ ചോദ്യം, 2023 ഒക്ടോബറിൽ അന്തരിച്ച ബിഷൻ സിംഗ് ബേദി ഏത് കായിക ഇനത്തിലാണ് മികവ് തെളിയിച്ചത്? 2023 ഒക്ടോബറിൽ അന്തരിച്ച ബിഷൻ സിംഗ് ബേദി ഏത് കായിക ഇനത്തിലാണ് കഴിവ് തെളിയിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, ക്രിക്കറ്റ് ആണ്, ക്രിക്കറ്റ്. എട്ടാമത്തെ ചോദ്യം, 37ാമത് ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയതാര്? ഉത്തരം ഓപ്ഷൻ എ, മഹാരാഷ്ട്ര. 37ാമത് ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്രയാണ്. ഒമ്പതാമത്തെ ചോദ്യം, എലിയുടെ ഭ്രൂണം ബഹിരാകാശത്ത് വളർത്തിയത് ഏത് രാജ്യക്കാരാണ്? ഉത്തരം ഓപ്ഷൻ സി, ജപ്പാൻ. പത്താമത്തെ ചോദ്യം, ഇന്ത്യൻ റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, കേരളം. 11ാമത്തെ ചോദ്യം, കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം കുരുമുളക് ഏത്? ഉത്തരം ഓപ്ഷൻ സി, ചന്ദ്ര. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ഗോണ്ട്വാന ഗണതന്ത്ര പാർട്ടി? ഉത്തരം ഓപ്ഷൻ ഡി, ഛത്തീസ്ഗഡ് ആണ്. അടുത്ത ചോദ്യം, ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ കർമ്മ മേഖലകളെപ്പറ്റി ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ എ, പ്രസ്താവനകളെല്ലാം ശരി. ആദ്യത്തെ പ്രസ്താവന, സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി. അടുത്ത പ്രസ്താവന, തമിഴ്നാട് ഗവർണറായി സേവനമനുഷ്ഠിച്ചു. മൂന്നാമത്തേത്, സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ. നാലാമത്തേത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിരുന്നു. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കിയ പി വത്സലയുടെ നോവൽ ത്രയത്തിൽ ഉൾപ്പെടാത്തതേത്? ഇതിൽ ഉൾപ്പെടാത്തത് വിലാപമാണ്. നോവൽ ത്രയത്തിൽ ഉൾപ്പെടുന്ന 3 എണ്ണമാണ് നെല്ല്, ആഗ്നേയം, കൂമൻകൊല്ലി. നെല്ല്, ആഗ്നേയം, കൂമൻകൊല്ലി. ഇതിൽ വിലാപം ഉൾപ്പെടില്ല. സാഹിത്യത്തിനുള്ള 2023 JCV പുരസ്കാരം നേടിയതാര്?
ഉത്തരം ഓപ്ഷൻ ഡി പെരുമാൾ മുരുകൻ. സാഹിത്യത്തിനുള്ള 2023 JCB പുരസ്കാരം നേടിയത് പെരുമാൾ മുരുകനാണ്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ കളിക്കാരനാര്? രോഹിത് ശർമ്മയാണ്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ കളിക്കാരനാണ് രോഹിത് ശർമ്മ. ഷെൻഹുവ 15 എന്ന കപ്പൽ വാർത്താ പ്രാധാന്യം നേടിയതെങ്ങനെ? ഉത്തരം ഓപ്ഷൻ ഡി വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പലാണ്. ഷെൻഹുവ 15 എന്ന കപ്പൽ വാർത്താ പ്രാധാന്യം നേടിയത് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ എന്ന പേരിലാണ്. 2023 കേരള ജ്യോതി പുരസ്കാരം നേടിയതാര്? ടി പത്മനാഭൻ. 2023 കേരള ജ്യോതി പുരസ്കാരം നേടിയത് ടി പത്മനാഭനാണ്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേരെന്ത്? സംവിധാൻ സദൻ. ചന്ദ്രയാൻ 2 ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേരെന്ത്? തിരങ്ക പോയിന്റ്. കെപ്പന്റെ കാലാവസ്ഥ വർഗീകരണ പദ്ധതി പ്രകാരമുള്ള കാലാവസ്ഥാ വിഭാഗങ്ങൾ ചുവടെ നൽകിയതിൽ ശരിയല്ലാത്ത ജോഡി ഏത്? തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത ജോഡി പർവ്വത കാലാവസ്ഥ ഡി എന്ന് പറയുന്നതാണ് ശരിയല്ലാത്ത ജോഡി. ബാക്കി ഉഷ്ണമേഖലാ കാലാവസ്ഥ എ, വരണ്ട കാലാവസ്ഥ ബി, ഉഷ്ണസമശീത മേഖല സി. ഇതൊക്കെ ശരിയാണ്. 22 പായലുകൾ, കൽപ്പായലുകൾ, പൂച്ചെടികൾ എന്നിവ മാത്രം കണ്ടുവരുന്നത് ഏത് കാലാവസ്ഥാ മേഖലയിലാണ്? തുന്ദ്ര കാലാവസ്ഥയിലാണ് ഇതൊക്കെ കാണുന്നത്. അടുത്തത് ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ ഒരു ഗർത്തത്തിന് ചുറ്റുമായി കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പവിഴ ദ്വീപുകളേവ? ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ ഒരു ഗർത്തത്തിന് ചുറ്റുമായി കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പവിഴ ദ്വീപുകൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി അറ്റോൾ ആണ്. 24 ഇന്ത്യൻ ഭൂപ്രകൃതിയെപ്പറ്റി ചുവടെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇതിൽ തന്നിരിക്കുന്ന പ്രസ്താവനകൾ: ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി ഏതാണ്ട് 30 ഡിഗ്രിയാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏതാണ്ട് 30 ഡിഗ്രിയാണ്. അതും ശരിയാണ്. ഓപ്ഷൻ സി ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 4.2% ഇന്ത്യ. അത് തെറ്റാണ്. 4.2% അല്ല ഇന്ത്യ ഉള്ളത്. വലുപ്പത്തിലെ ലോകരാജ്യങ്ങൾക്കിടയിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അതും ശരിയാണ്. അടുത്തത് 25 ചുവടെ പറയുന്നവയിൽ ഖണ്ഡപർവ്വതത്തിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി സത്പുരയാണ്. സത്പുര ഒരു ഖണ്ഡപർവ്വതമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളും വർഷങ്ങളും ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏതല്ല? ഇതിൽ ശരിയായത് 1ഉം 2ഉം മാത്രമാണ്. ബോസ്റ്റൺ ടീ പാർട്ടി 1773 നടന്നു. 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774 നടന്നു. ഈ 2എണ്ണമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിൻ്റെ സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇതിൽ ഓരോ പ്രസ്താവനയായിട്ട് നോക്കാം. കർഷകർ നൽകിയിരുന്ന നികുതിയാണ് തിത്തേ. തിത്തേ എന്ന് പറയുന്നത് കർഷകർ നൽകിയിരുന്ന നികുതിയാണ്. തിത്തേ എന്ന നികുതി പിരിച്ചിരുന്നത് പ്രഭുക്കന്മാരാണ്. ആ പ്രസ്താവനയാണ് തെറ്റായത്. മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ നൽകേണ്ടിയിരുന്ന നികുതിയാണ് തൈലേ. അത് ശരിയാണ്. മധ്യവർഗമാണ് 3ാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത്. അതും ശരിയാണ്. ഇനി 28 ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ്. 1ാമത്തെ പ്രസ്താവന ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്രയാണ് നീൽദർപ്പൺ രചിച്ചത്. അത് ശരിയാണ്. ബംഗാളിലെ നീലം കർഷകരുടെ ദുരിതം ചിത്രീകരിച്ച നാടകമാണിത്. അതും ശരിയാണ്. ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. നീൽദർപ്പൺ അവതരിപ്പിച്ച കർഷക പ്രശ്നങ്ങൾ കോൺഗ്രസ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ തെറ്റാണ്. അത് ഏറ്റെടുത്തിട്ടില്ല. ഓപ്ഷൻ ഡി വിവിധ കർഷക കലാപങ്ങൾക്ക് നീൽദർപ്പൺ പ്രചോദനമായി. അത് ശരിയാണ്. ഇനി 29 സുബ്രഹ്മണ്യ ഭാരതിയുടെ രചന അല്ലാത്തതേത്? ഓപ്ഷൻ ഡി പ്രേമാശ്രമം. അതിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ ആയിട്ടുള്ളത് പാഞ്ചാലി ശബദം, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. ഇതൊക്കെയാണ് സുബ്രഹ്മണ്യ ഭാരതിൻ്റെ രചനകൾ. ഇതിൽ ഉൾപ്പെടാത്തത് പ്രേമാശ്രമമാണ്. അടുത്തത് 30 ഗുരുവായൂർ സത്യാഗ്രഹത്തെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓരോ പ്രസ്താവന നോക്കാം. എ കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. വളരെ ശരിയാണ്. ഓപ്ഷൻ ബി AK ഗോപാലനായിരുന്നു സമരത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ശരിയാണ്. സത്യാഗ്രഹത്തിനിടയ്ക്ക് P കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. അതും ശരിയാണ്.
അടുത്തത് ഡി, അതാണ് തെറ്റ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്. ആ പ്രസ്താവന തെറ്റാണ്. 31ാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഏതെല്ലാം? യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 1, 2, 3, 4. അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്ര മന്ത്രിസഭ. ഇതെല്ലാം യൂണിയൻ എക്സിക്യൂട്ടീവ് ഭാഗങ്ങളാണ്. ഇനി 32ാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഏത് നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത്? അപ്പോൾ ഓപ്ഷൻ ബി, ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 33ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ അന്തിമമായി ഭരണഘടനയുടെ കരടിൽ ഒപ്പുവെച്ചതെന്ന്? ഉത്തരം ഓപ്ഷൻ എ, 1950 ജനുവരി 24. 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രധാന ആശയമല്ലാത്തതേത്? അതിൽ പ്രധാന ആശയമല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. സാമ്പത്തികമായി മറ്റു രാജ്യങ്ങളുമായി സഹകരണം കുറയ്ക്കും എന്ന് പറയുന്ന പ്രസ്താവന ശരിയല്ല. അയാളുടെ ആശയമല്ലത്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ, ഒന്നാമത്തേത് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. ഇനി ബി, സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെയും അധികാരങ്ങൾ ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അടുത്തത് ലോക സമാധാനത്തിനായി രാഷ്ട്രം പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കും. ഇതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്ന ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിരുന്ന ആശയങ്ങൾ. അതിൽ ഓപ്ഷൻ ഡി ആണ് ഉൾപ്പെടാത്തത്. സാമ്പത്തികമായി മറ്റ് രാജ്യങ്ങളുമായി സഹകരണം കുറയ്ക്കും, അതിൽ പെടുന്നില്ല. ഇനി 35ാമത്തത്, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അഥവാ FPTP, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് വോട്ടിംഗ് എന്ന വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയുന്ന സംഭവം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ഓപ്ഷൻ ബി, ബ്രിട്ടൻ. അടുത്തത്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT സംവിധാനത്തിന് ഭാരത സർക്കാർ തുടക്കമിട്ട വർഷം 2013. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന സംവിധാനം ഭാരത സർക്കാർ തുടങ്ങിയത് 2013. അടുത്ത 37, കണക്കിൽപ്പെടാത്ത സ്വത്തും വിലപിടിപ്പുള്ള ആഭരണങ്ങളും സ്വയമേവ വ്യക്തികൾക്ക് വെളിപ്പെടുത്താൻ അവസരം നൽകാനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഇന്ത്യയിലെയും വിദേശത്തെയും നിരവധി സാമ്പത്തിക ശാസ്ത്രജ്ഞരെ ഇന്ത്യൻ സാമ്പത്തിക വികസനത്തെപ്പറ്റി ഉപദേശകരാവാൻ ക്ഷണിച്ചിരിക്കുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം ഓപ്ഷൻ ബി, 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 2ാം പദ്ധതിൻ്റെ സമയത്താണ്. 39, PC മഹലനോബിസുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന എഴുത്. ഓരോ പ്രസ്താവന നോക്കാം. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ശരിയാണ്. അടുത്തത് ബി, 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ആസൂത്രണ നയം മുന്നോട്ട് വെച്ചു. ശരിയാണ്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് കൂട്ടത്തിൽ പെടാത്തത്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. ശരിയല്ല. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്ന പ്രസ്താവന ശരിയല്ല. അടുത്തത്, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടമായി അറിയപ്പെടുന്ന കാലയളവേത്? ഉത്തരം ഓപ്ഷൻ എ, 1960 പകുതി മുതൽ 1970 പകുതി വരെ. 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടമായി അറിയപ്പെടുന്ന കാലയളവ്. അടുത്തത് 41, ജലദോഷപ്പനിയുടെ പ്രധാന കാരണമെന്ത്? ഉത്തരം ഓപ്ഷൻ എ, റൈനോ വൈറസുകളാണ്. റൈനോ വൈറസുകളാണ് ജലദോഷപ്പനിക്ക് പ്രധാന കാരണം. ചെള്ളുകൾ പരത്തുന്ന രോഗമേത്? ഉത്തരം ഓപ്ഷൻ ബി, ടൈഫസ് പനി. ടൈഫസ് ചെള്ള് പരത്തുന്ന രോഗമാണ് ടൈഫസ് പനി. 43, പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. അത് കിടപ്പിലായ രോഗികൾക്ക് പരിചരണം കൊടുക്കുന്ന ആളുകൾക്ക് പ്രതിമാസം ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. 44, ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ സാധാരണഗതിയിലുള്ള ശ്വസന വ്യാപ്തം ഏകദേശം എത്രയാണ്? 500 ml ആണ്. 500 ml. ആന്തരികാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്നതെന്ത്? MRI സ്കാനറാണ്. MRI സ്കാനർ. അടുത്തത്, ആൻറ്റിബയോട്ടിക്കുകളുടെ സ്ഥിരമായ ഉപയോഗം മൂലമുള്ള പാർശ്വഫലങ്ങൾ ഏത്? 1, 2, 3 ആണ് ശരിയായത്. അതായത് എല്ലാം ശരിയാണ് തന്നത്.
രോഗാണുക്കൾ ആൻറ്റിബയോട്ടിക്കിന് മേൽ പ്രതിരോധം നേടുന്നു. ശരീരത്തിലെ ഉപകാരികളായ ബാക്ടീരിയകൾ നശിക്കുന്നു. ശരീരത്തിലെ ചില വിറ്റാമിനുകളുടെ അളവ് കുറയുന്നു. ഇതൊക്കെ ശരിയാണ്. 47. എഡ്ഡി കറണ്ട് ഉപയോഗിക്കുന്ന ഉപകരണം, അതിന് ഉദാഹരണം ഏത്? ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്നത് എഡ്ഡി കറണ്ടാണ്. അടുത്തത് സുരക്ഷാ ഫ്യൂസുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്തത് ഫ്യൂസ് വയറിന് ഉയർന്ന ദ്രവണാങ്കമാണുള്ളത്. അത് തെറ്റാണ്. താഴ്ന്ന ദ്രവണാങ്കമാണുള്ളത്, പെട്ടെന്ന് ഉരുകിപ്പോവും. ഓരോ പ്രസ്താവന നോക്കാം. വൈദ്യുതിയുടെ താപഫലം അടിസ്ഥാനമാക്കിയാണ് സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത്. വളരെ ശരിയാണ്. ടിന്നും ലഡും ചേർന്ന ലോഹസങ്കരമാണ് ഫ്യൂസ് വയർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ശരിയാണ്. ഫ്യൂസ് വയറിന് താരതമ്യേന താഴ്ന്ന ദ്രവണാങ്കമാണുള്ളത്. അതും ശരിയാണ്. തെറ്റായത് ഫ്യൂസ് വയറിന് ഉയർന്ന ദ്രവണാങ്കമാണുള്ളത് എന്ന് പറയുന്ന ഓപ്ഷനാണ് തെറ്റ്. അടുത്തത്, ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ കുറഞ്ഞ മർദ്ദത്തിൽ നൈട്രജൻ നിറയ്ക്കുന്നത് എന്തിന്? ഉത്തരം ഓപ്ഷൻ സി, ബാഷ്പീകരണം കുറയ്ക്കാനാണ്. 50-ാമത്തെ ചോദ്യം, അമോണിയയുടെ ഉപയോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കുടിവെള്ളം ശുദ്ധീകരിക്കാൻ അമോണിയ ഒന്നും ഉപയോഗിക്കില്ല. അതിൽ ഉൾപ്പെടുന്നത് രാസവളങ്ങളുടെ നിർമ്മാണം. രാസവളം നിർമ്മിക്കാൻ അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. ഐസ് പ്ലാന്റുകളിൽ ശീതീകരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടൈലുകളും ജനലുകളും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. 51-ാമത്തെ ചോദ്യം, ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അഭികാരക തന്മാത്രകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ അളവ് ഗതികോർജം അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം ഓപ്ഷൻ എ, ത്രഷോൾഡ് എനർജി എന്നാണ്. ത്രഷോൾഡ് എനർജി. താരതമ്യേന കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് സ്വേദനം. അപ്പം കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇതൊക്കെ ശുദ്ധീകരിക്കുന്ന രീതിയാണ് സ്വേദനം. തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓരോ പ്രസ്താവന നോക്കാം. മാണി മാധവ ചാക്യാരാണ് നാട്യകൽപ്പദ്രുമം രചിച്ചത്. മാണി മാധവ ചാക്യാരാണ്. ശരിയാണ്. 1975 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ കൃതി നേടി. അതും ശരിയാണ്. ഗ്രന്ഥത്തിന് അവതാരിക എഴുതിയത് കെ കുഞ്ചുണ്ണിരാജയാണ്. അതും ശരിയാണ്. എന്നാൽ ഓപ്ഷൻ ഡി അത് തെറ്റാണ്. കഥകളിയുടെ സമസ്ത വശങ്ങളും പ്രതിപാദിക്കുന്ന കൃതിയാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അതിൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. 54-ാമത്തെ ക്വസ്റ്റ്യൻ, വിവിധ മലയാളം നോവലുകൾ, പ്രധാന കഥാപാത്രങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഇതിൽ തന്നിരിക്കുന്നത് എല്ലാ ജോഡിയും ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ സി, ചെമ്മീൻ അതിലെ കഥാപാത്രമാണ് കറുത്തമ്മ. ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ രവിയാണ്. മഞ്ഞിലെ വിമലാദേവിയാണ്. ഒരു ദേശത്തിൻ്റെ കഥയിൽ ശ്രീധരനാണ്. എല്ലാം ശരിയാണ്. 55-ാമത്തെ ചോദ്യം, 1982 ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, ലണ്ടൻ ചലച്ചിത്രമേള പുരസ്കാരം എന്നിവ നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, എലിപ്പത്തായമാണ്. എലിപ്പത്തായം. അതിന് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡും കിട്ടിയിട്ടുണ്ട്. ലണ്ടൻ ചലച്ചിത്രമേള പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. അടുത്തത്, രാജ ഭാരീന്ദ്ര സിംഗ് ട്രോഫി ചുവടെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ടതാണ്. രാജ ഭാരീന്ദ്ര സിംഗ് ട്രോഫി നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 57-ാമത്തെ ചോദ്യം, ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? റൂർക്കേലാണ്. ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം റൂർക്കേലയിലാണ്. ഇന്റർനെറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളുടെ പ്രത്യേക വിലാസം എങ്ങനെ അറിയപ്പെടുന്നു? വെബ്സൈറ്റ് വിലാസം എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഇന്റർനെറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളുടെ പ്രത്യേക വിലാസം അറിയപ്പെടുന്നത് വെബ്സൈറ്റ് വിലാസം എന്നാണ്. ചുവടെ പറയുന്നവയിൽ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തതേത്? ഇതിൽ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ സിസ്റ്റമാണ് നമ്മൾ ആൻഡ്രോയിഡ് മൊബൈൽ എന്ന് പറയും. iOS മൊബൈലിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ സിംബിയൻ അതും മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ വിൻഡോസ് 10 കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടറിന് അകത്തുള്ള ഘടകങ്ങൾ തമ്മിലോ കമ്പ്യൂട്ടറുകൾ തമ്മിലോ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന പാതകൾക്ക് പറയുന്ന പേരെന്ത്? അതിനാണ് ബസ് എന്ന് പറയും. ബസ്. ചുവടെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം ഏത്? ചുവടെ പറയുന്നതിൽ ഭരണഘടനാ സ്ഥാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 62-ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന മുന്നോക്ക ക്ഷേമ കോർപ്പറേഷന് രൂപം നൽകിയതെന്ന്? കേരള സംസ്ഥാന മുന്നാക്ക ക്ഷേമ കോർപ്പറേഷന് രൂപം നൽകിയത് 2012 ജൂൺ 14-നാണ്. ഇനി
മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള കേരള സംസ്ഥാന കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഇതിൽ ഉൾപ്പെടാത്തത് സാമ്പത്തികമായ പിന്നാക്കാവസ്ഥയുടെ സർട്ടിഫിക്കറ്റ് നൽകുക എന്ന് പറയുന്ന പ്രസ്താവന അത് ശരിയല്ല. അവരുടെ ചുമതലകളല്ലത്. അവരുടെ ചുമതലകൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് സംസ്ഥാനത്തെ മുന്നാക്ക വിഭാഗങ്ങളെ കണ്ടെത്തി ലിസ്റ്റ് തയ്യാറാക്കി സർക്കാരിന് നൽകുക. അതുപോലെ ബി, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ക്ഷേമകാര്യങ്ങളിൽ ശുപാർശ ചെയ്യുക. മുന്നാക്ക വിഭാഗങ്ങളെ പറ്റി സർക്കാർ സ്വീകരിക്കേണ്ട യുക്തമായ നടപടികൾ നിർദ്ദേശിക്കുക. ഇതൊക്കെയാണ്. അല്ലാണ്ട് അവർക്ക് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഡ്യൂട്ടി ഇവർക്കില്ല. അടുത്തത് 64. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? നീല ഗംഗാധരനാണ്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സണാണ് നീല ഗംഗാധരൻ. അടുത്തത് ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി ഏത് വിഭാഗങ്ങൾക്കുള്ളതാണ്? ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ സ്ത്രീകൾക്കുള്ളതാണ്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ സ്ത്രീകൾക്കുള്ള ഭവന പുനരുദ്ധാരണ പദ്ധതിയാണ് ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി. അടുത്തത് 66. വിവരാവകാശ നിയമം 2005 പ്രകാരമുള്ള രേഖ എന്നതിൽ ഉൾപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, പദാർത്ഥങ്ങളുടെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകളാണ് രേഖ എന്നതിൽ ഉൾപ്പെടുന്നത്. 67. എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏത്? വകുപ്പ് 3 ആണ്. ഓപ്ഷൻ ബി, വകുപ്പ് 3. എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പാണ് വകുപ്പ് 3. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന് എത്ര ദിവസത്തിനകം ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ ഡി, 100 ദിവസത്തിനകം. 100 ദിവസത്തിനകം ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കണം. അടുത്തത് 69. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കാനുള്ള 2005 നിയമപ്രകാരം മജിസ്ട്രേറ്റ് മുൻപാകെ പരാതിക്കാരി ആശ്വാസ നടപടികൾക്കായി നൽകിയ അപേക്ഷയിൽ ആദ്യ വിചാരണ തീയതി മുതൽ എത്ര ദിവസത്തിനകം തീർപ്പാക്കണം? 60 ദിവസത്തിനകം തീർപ്പാക്കണം. പോക്സോ നിയമപ്രകാരം ഒരു കുട്ടി ലൈംഗിക അതിക്രമണത്തിന് ഇരയായാൽ 24 മണിക്കൂറിനുള്ളിൽ കുട്ടിയെ ഹാജരാക്കേണ്ടത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുന്നിലാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പിൽ. ഓക്കെ, താങ്ക് യു.